മഹാകേരളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ കർക്കിടകം രാശിക്കാരുടെ വർഷം 2025 ജൂൺ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് പറയുന്നത്. ഈ മാസത്തിലെ ഗ്രഹനില നിങ്ങളുടെ രാശിയിൽ നിന്നും ഇപ്രകാരമായിരിക്കും. ചൊവ്വ നിങ്ങളുടെ 1-ാം ഭാവമായ കർക്കിടകത്തിലും, കേതു 2-ാം ഭാവമായ ചിങ്ങത്തിലും, രാഹു 8-ാം ഭാവമായ കുംഭത്തിലും, ശനി 9-ാം ഭാവമായ മീനത്തിലും, ശുക്രൻ 10-ാം ഭാവമായ മേടത്തിലും, സൂര്യനും ബുധനും 11-ാം ഭാവമായ ഇടവത്തിലും, ഗുരു 12-ാം ഭാവമായ മിഥുനത്തിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത്. ഈ മാസത്തിലെ ഗ്രഹങ്ങളുടെ രാശിമാറ്റം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. ജൂൺ 6-ാം തീയതി ബുധൻ ഇടവത്തിൽ നിന്നും മിഥുനത്തിലേക്കും, പിന്നീട് 22-ാം തീയതി അവിടെ നിന്നും കർക്കിടകത്തിലേക്കും രാശി മാറുന്നതായിരിക്കും. ചൊവ്വ ജൂൺ 7-ാം തീയതി കർക്കിടകത്തിൽ നിന്നും ചിങ്ങത്തിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും. ജൂൺ 15-ാം തീയതി സൂര്യൻ ഇടവം രാശിയിൽ നിന്നും മിഥുനത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും. ഇപ്പോൾ മേടത്തിൽ നിൽക്കുന്ന ശുക്രൻ ജൂൺ 29-ാം തീയതി ഇടവത്തിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും. ഇത് ശുക്രൻ്റെ ആധിപത്യത്തിലുള്ള രാശിയാണ്. മാസാരംഭത്തിൽ കർക്കിടകത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ 2.25 ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നതായിരിക്കും. ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ്. നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില, ഇപ്പോഴത്തെ മഹാദശ, അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിലും ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട്. ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. 12-ൽ ഗുരു നിൽക്കുന്നത് ആരോഗ്യത്തിൽ ചില്ലറ പ്രശ്നങ്ങൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും. ഗുരു 6-ാം ഭാവത്തിൻ്റെ അധിപനാണല്ലോ. ഗുരു ഈ സമയത്ത് അതിചാരിയായിട്ടാണ് സഞ്ചരിക്കുന്നത്. ആരോഗ്യകാര്യങ്ങളിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും ഭക്ഷണപാനീയങ്ങളിൽ ഫാസ്റ്റ് ഫുഡും മറ്റും ഈ സമയത്ത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ബ്ലഡ് പ്രഷർ ഉള്ളവർ, ഷുഗറിൻ്റെ പ്രോബ്ലം ഉള്ളവർ, ലിവർ, ലങ്സ് എന്നീ പ്രശ്നങ്ങളുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നിങ്ങളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് വിവരിക്കുന്നത്. 5-ാം ഭാവമാണല്ലോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. 5-ാം ഭാവാധിപൻ ചൊവ്വയാണ്. ചൊവ്വ നിൽക്കുന്നത് തൻ്റെ നീചസ്ഥാനമായ കർക്കിടകത്തിലാണ്. ജൂൺ 7-ാം തീയതി ചൊവ്വ ചിങ്ങത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും. ജൂൺ 7-ാം തീയതിക്ക് ശേഷം ചൊവ്വയുടെ സ്ഥിതി നല്ലതാകുന്നതാണ്. ഈ സമയത്ത് ചൊവ്വയുടെ 4-ാം ദൃഷ്ടി പതിക്കുന്നതും 5-ാം ഭാവത്തിലായിരിക്കും. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ജൂൺ 7-ാം തീയതിക്ക് ശേഷം സമയം വളരെ അനുകൂലമാകുന്നതായിരിക്കും. ഈ സമയത്ത് കോമ്പറ്റേറ്റീവ് പരീക്ഷകളിലും മറ്റും പങ്കെടുക്കുന്നവർക്ക് അതിൽ നന്നായി പെർഫോം ചെയ്യുവാൻ സാധിക്കുന്നതായിരിക്കും. ഇനി നിങ്ങളുടെ ലവ് റിലേഷനെ കുറിച്ചാണ് വിവരിക്കുന്നത്. 5-ാം ഭാവം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. 5-ാം ഭാവാധിപൻ ചൊവ്വ നിൽക്കുന്നത് കേതുവിനോടൊപ്പമാണ്. ഈ സമയത്ത് നിങ്ങളുടെ പങ്കാളിയിൽ ഒരു അഗ്രസീവ്നെസ് കാണുവാൻ സാധിക്കുന്നതായിരിക്കും. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി പോലും സ്വരച്ചേർച്ചയില്ലായ്മ ഉണ്ടാകുന്നതായിരിക്കും. ഈ സിറ്റുവേഷനെ ബുദ്ധിപൂർവം വേണം കൈകാര്യം ചെയ്യുവാൻ. അല്ലാത്ത പക്ഷം ചിലപ്പോൾ ബ്രേക്കപ്പ് വരെ ആകുവാൻ സാധ്യതകളുണ്ട്. ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം. കർക്കിടകം രാശിക്കാരുടെ ദാമ്പത്യ ജീവിതം ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. 7-ാം ഭാവമാണല്ലോ ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. 7-ാം ഭാവാധിപൻ ശനിയാണ്. ശനി നിൽക്കുന്നത് 9-ാം ഭാവമായ മീനം രാശിയിൽ തൻ്റെ സ്വന്തം നക്ഷത്രമായ ഉത്രട്ടാതിയിലാണ്. ശനിയുടെ പൊസിഷൻ ഈ സമയത്ത് നിങ്ങൾക്ക് വളരെ അനുകൂലമാണ്. രാഹുവും ഇവിടെ നിന്നും രാശി മാറിയതിനാൽ ശനി രാഹുവിൻ്റെ പിശാച് യോഗവും അവസാനിച്ചിരിക്കുകയാണ്. ദാമ്പത്യ ജീവിതത്തിൽ രാഹു ശനി നിർമ്മിച്ച പ്രശ്നങ്ങൾ ഈ സമയത്ത് മാറിക്കിട്ടുന്നതായിരിക്കും.
ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും. ജീവിത പങ്കാളിയുടെ കരിയർ, ആരോഗ്യം എന്നിവയിൽ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് കാണുവാൻ സാധിക്കുന്നതായിരിക്കും. ഇനി നിങ്ങളുടെ ഭാഗ്യസ്ഥിതികളെക്കുറിച്ചാണ് വിവരിക്കുന്നത്. 9ാം ഭാവമാണല്ലോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. 9ാം ഭാവാധിപൻ ഗുരുവാണ്. ഗുരു നിൽക്കുന്നത് 12ാം ഭാവത്തിലാണ്. ഗുരു ഈ സമയത്ത് അതിചാരിയാണ്, അതായത് ഗുരു അതിവേഗത്തിലാണ് സഞ്ചരിക്കുന്നത്. ഗുരു ഒരു രാശി സഞ്ചരിച്ച് തീർക്കുവാൻ 12 മാസങ്ങൾ, അതായത് 1 വർഷമാണ് സാധാരണയായി എടുക്കുന്നത്. പക്ഷേ മിഥുനത്തിൽ ഗുരു അതിചാരിയാകുന്നതും വെറും 5 മാസം കൊണ്ട് മിഥുനം രാശി കംപ്ലീറ്റ് സഞ്ചരിച്ച് കർക്കിടകത്തിൽ പ്രവേശിക്കുന്നതുമായിരിക്കും. ഈ സമയത്ത് എല്ലാ കാര്യങ്ങളും ധൃതി പിടിച്ച് പെട്ടെന്ന് ചെയ്തു തീർക്കുവാനുള്ള ഒരു പ്രവണത നിങ്ങളിൽ ഉണ്ടാകുന്നതായിരിക്കും. ഇത് ചില സമയത്ത് ഹാനികൾ വരാൻ ഇടയാക്കുന്നതുമായിരിക്കും. ഭാഗ്യസ്ഥാനത്ത് ശനി തൻ്റെ സ്വന്തം നക്ഷത്രമായ ഉത്രട്ടാതിയിൽ നിൽക്കുന്നത് ശുഭകരമാണ്. പക്ഷേ ശനി കർക്കിടകം രാശിക്കാർക്ക് അകാരക ഗ്രഹമാണ്, അതായത് മാലഫിക് ഗ്രഹമാണ്. പൊതുവെ പറയുകയാണെങ്കിൽ കർക്കിടകം രാശിക്കാരുടെ ഭാഗ്യസ്ഥിതികളിൽ ഈ സമയത്ത് ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട്. ഈ സമയത്ത് ഒരു കാര്യവും ധൃതി പിടിച്ച് ചെയ്യുവാൻ പാടില്ല. എല്ലാം നന്നായി ആലോചിച്ച് സാവകാശം വേണം ചെയ്യുവാൻ. ആരെങ്കിലും പറയുന്നത് കേട്ട് എടുത്തിയാടി ഒന്നും തന്നെ ചെയ്യാൻ പാടില്ല. ഈ സമയത്ത് ഷെയർ മാർക്കറ്റിലും മറ്റും എക്സ്പെർട്ടിൻ്റെ അഡ്വൈസ് അനുസരിച്ച് വേണം നിക്ഷേപങ്ങൾ ചെയ്യുവാൻ. കാര്യങ്ങളിൽ ആദ്യം ചിലപ്പോൾ തടസ്സങ്ങൾ ഉണ്ടാകുമെങ്കിലും പിന്നീട് അതിനെ തരണം ചെയ്ത് എല്ലാം കംപ്ലീറ്റ് ആക്കുവാൻ സാധിക്കുന്നതുമായിരിക്കും. ഈ സമയത്ത് യാത്രകളിലും മറ്റും നല്ല ജാഗ്രത പുലർത്തണം. കരിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 10ാം ഭാവാധിപൻ ചൊവ്വയാണല്ലോ. ചൊവ്വ നിൽക്കുന്നത് നീചസ്ഥാനമായ കർക്കിടകത്തിലാണ്. ജൂൺ 7-ാം തീയതി 2ാം ഭാവമായ ചിങ്ങത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും. 7-ാം തീയതിക്ക് ശേഷം ചൊവ്വയുടെ സ്ഥിതി നല്ലതാകുന്നതായിരിക്കും. കരിയറിൽ ഈ സമയത്ത് ഗ്രോത്ത് പ്രതീക്ഷിക്കാവുന്നതാണ്. എങ്കിലും ചൊവ്വ 2ാം ഭാവത്തിൽ കേതുവിനോടൊപ്പം നിൽക്കുന്നത് നിങ്ങളിലൊരു അഗ്രസീവ്നെസ് വരാൻ ഇടയാക്കുന്നതായിരിക്കും. അതിനാൽ ക്രോധത്തിൽ നല്ല കൺട്രോൾ ഉണ്ടായിരിക്കണം. സംസാരവും പെരുമാറ്റവും മറ്റും മറ്റുള്ളവരെ ഹർട്ട് ചെയ്യുന്ന രീതിയിലാകാൻ പാടില്ല. ഓഫീസിലും മറ്റും എല്ലാവരോടും സൗമ്യതയോടെ വേണം സംസാരിക്കുവാനും പെരുമാറുവാനും. ഈ വക കാര്യങ്ങളിൽ ശ്രദ്ധിച്ചാൽ വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും. ഉദ്യോഗാർത്ഥികളായ യുവതീ യുവാക്കൾക്ക് ജോലി ലഭിക്കുന്നതിനായി കുറച്ച് കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരും. വ്യാപാരി വ്യവസായികളെ സംബന്ധിച്ചിടത്തോളം ഈ മാസം സാമാന്യമായിരിക്കും. വരുമാനത്തിൽ അധികം വർധന ഉണ്ടാകുന്നതല്ല, പക്ഷേ ചിലവുകൾ കൂടുവാൻ സാധ്യതകളുണ്ട്. അതിനാൽ വരവനുസരിച്ച് വേണം ചിലവുകൾ ചെയ്യുവാൻ. ധനസ്ഥാനത്ത് ചൊവ്വയും കേതുവും ഒന്നിച്ചു നിൽക്കുന്നത് കാരണം പൈസ സേവ് ചെയ്യുവാനും വിഷമം അനുഭവപ്പെടുന്നതായിരിക്കും. ഒന്നിലധികം സോഴ്സുകളിൽ കൂടെ വരുമാനം ഉണ്ടാക്കുവാൻ ശ്രമിക്കുന്നത് ഫലപ്രദമായിരിക്കും. കരിയറിലുള്ളവർ പാർട്ട് ടൈം ജോബോ സൈഡ് ബിസിനസ്സോ ഒക്കെ ചെയ്യുന്നതും നല്ലതായിരിക്കും. ഇതാണ് കർക്കിടകം രാശിക്കാരുടെ ജൂൺ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.